ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ കുളങ്ങളിലും പാടത്തും ഒക്കെ പൂത്തു നിൽക്കുന്ന താമര എങ്ങനെ ഒരു ടബിൽ വളർത്താമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ടബാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഈ ടബ് താമരയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് NPK ഫെർട്ട ആണ്. ഇത് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും നമ്മൾ ഇതിലേക്ക് 250 ഗ്രാമോളം എല്ലുപൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതിലേക്ക് നല്ല ഉണങ്ങിയ 2 കിലോയോളം ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് വൃത്തിയാക്കണം. അതിനകത്തെ കട്ട ആയിട്ടുള്ള ചാണകമെല്ലാം പൊടിച്ച് വൃത്തിയാക്കുക. അതിന് ശേഷം ഇത് എല്ലുപൊടിയുമായി മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തതായി ഈ മിശ്രിതം നന്നായി അമർത്തി ഉറപ്പിക്കണം. അടുത്തത് മണ്ണാണ്. അധികം തരിയില്ലാത്ത മണ്ണ് വേണം ഇതിനായിട്ട് എടുക്കാൻ. ഈ മണ്ണ് വെള്ളവുമായി മിക്സ് ചെയ്ത് ഒരു ചളി രൂപത്തിൽ വേണം ഈ ടബിലേക്ക് നിറയ്ക്കാൻ. 2 ചട്ടി മണ്ണാണ് ഇങ്ങനെ നമ്മൾ നിറയ്ക്കേണ്ടത്. എന്നാൽ ട്യൂബർ നന്നായിട്ട് നമുക്ക് അതിലേക്ക് നടാനൊക്കും. നിറച്ചതിന് ശേഷം ഇത് നന്നായി എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കണം. അതിലാണ് ട്യൂബർ നന്നായി ഉറച്ച് നിൽക്കാനും പിന്നെ വേര് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത് ചെയ്യുന്നത്. ഇനിയും നമുക്ക് ട്യൂബർ ഈ ടബിലേക്ക് നടാം. ഈ ടബിൻ്റെ ഒരു ഭാഗത്ത് വേണം ട്യൂബർ നടാൻ. അതിനായി ആദ്യം ട്യൂബർ വെച്ചതിന് ശേഷം അതിൽ ഒരു മണ്ണ് മാന്തി ഒരു പാത്തി പോലെ ആക്കുക. ആ പാത്തിയിലേക്ക് ട്യൂബറിൻ്റെ ഇലകളെല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിലും അതിൻ്റെ നാമ്പെല്ലാം മണ്ണിനടിയിലേക്ക് പോകുന്ന രീതിയിലും വേണം നടാൻ. അടുത്തതായി നമ്മൾ നാമ്പ് ചെളി കൊണ്ട് പൂർണ്ണമായും മൂടണം. വളരെ സാവധാനവും സൂക്ഷ്മതയോടെയും ചെയ്യണം. ഇതിൻ്റെ നാമ്പ് ഒടിഞ്ഞ് പോകരുത്. അതിനുശേഷം വേരിലും നമ്മൾ ഇതുപോലെ തന്നെ ചെളി കൊണ്ട് മൂടണം. എന്നാലേ താമര നന്നായിട്ട് വളരത്തുള്ളൂ. അത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. ഈ പ്രോസസ്സിൽ ഇതിൻ്റെ നാമ്പോ വേരോ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളോ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ താമരയ്ക്ക് മിനിമം 8 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വേണം ഈ ടബ് നമ്മൾ ചെയ്യാൻ. അതിനുശേഷം ഈ താമര വെള്ളമൊഴിക്കുമ്പോൾ പൊന്തി പോകാതിരിക്കാൻ ഒരു കല്ല് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സൂക്ഷ്മമായിട്ട് വേണം വെക്കാൻ. ഒടിഞ്ഞു പോകാതെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളത് വെക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കട്ടയോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണം സാവധാനം വെള്ളം ഒഴിക്കാൻ. അത് കലങ്ങാതിരിക്കാനാണ്. ടബിലെ നമ്മൾ ചെളി നിറച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അത് കലങ്ങാതെ നമ്മൾ ഒഴിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടബിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രമോ അല്ലെങ്കിൽ കട്ടയോ ടബിൽ നിന്നും എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അസോളയും കൂടെ ഇട്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാം. ഇതോടെ നമ്മുടെ താമര നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോ തുടർന്ന് ലഭിക്കുവാൻ എൻ്റെ ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.